ഇന്നും ഒരു കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റമ്മില് നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിന്റെ വീഡിയോ ഞാൻ താമസിക്കാണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഇപ്പൊ അടുപ്പിച്ച് ഞാനിപ്പോൾ 2-3 കേക്കിന്റെ വീഡിയോസുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മിക്ക കേക്കുകളും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ കേക്കാണ്. അപ്പൊ ഇന്നത്തെ കേക്കും നല്ല ടേസ്റ്റ് ഉള്ള കേക്കാണ്. അപ്പൊ ഇന്നത്തെ കേക്ക് നമ്മൾ സാധാരണ കേക്ക് ബേക്ക് ചെയ്യണ പോലെയല്ല കേട്ടോ ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. ആവിയിലാണ് സ്റ്റീം ചെയ്തിട്ടാണ് ഈ കേക്ക് നമ്മൾ ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. പക്ഷെ മിക്ക കേക്കുകളും നമുക്ക് കുക്കറിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷെ ഈ കേക്ക് നമ്മൾ കുക്കറിൽ വെച്ചിട്ട് ഇപ്പൊ നിങ്ങള് പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അങ്ങനെ ആവിയിൽ ബേക്ക് ചെയ്ത് ആവിയിൽ എടുക്കുമ്പോൾ നോക്കാനും ബേക്ക് ചെയ്തെന്ന് അതൊരു ടെക്സ്ചർ കിട്ടില്ല. അങ്ങനെ എടുക്കരുത് കേട്ടോ. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടാവും, നല്ല ഫ്ലഫി ആയിട്ട് പൊന്തി വരും. പക്ഷെ മുട്ടയുടെയൊക്കെ ഭയങ്കര സ്മെല്ലായിരിക്കും. പിന്നെ ആ കേക്കിന്റെ ഒരു ടെക്സ്ചറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഓവനിൽ വെച്ചിട്ട് തന്നെ ബേക്ക് ചെയ്തിട്ട് എടുക്കണം. ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യുമ്പോൾ വെള്ളം കൂടിയിട്ട് വെച്ചിട്ട് ആവിയിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അവർ നമ്മുടെ സമയങ്ങൾ തന്നെ നമ്മുടെ കേക്ക് റെഡി ആക്കിയിട്ടെടുക്കുക. ഈ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഭംഗി പോലെ ഇരിക്കുന്ന കേക്കാട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആക്കിയിട്ടെടുക്കുക. ഇനി നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ടേബിൾ സ്പൂൺ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. അത് എടുക്കുമ്പോൾ വെജിറ്റബിൾ ഓയിൽ, ഇവിടെയൊക്കെ നമുക്ക് വെജിറ്റബിൾ ഓയിൽ എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അല്ലെങ്കിൽ നാട്ടിലെ സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ, ആ ഓയിലായിരുന്നാലും കുഴപ്പമില്ല. വെളിച്ചെണ്ണ എടുക്കണ്ട കേട്ടോ. അപ്പോൾ ടേബിൾ സ്പൂണിൽ കറക്റ്റായിട്ട് എടുക്കണം. 4 ടേബിൾ സ്പൂൺ ഓയിൽ, ഒലിവ് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഈ തീ ഓണാക്കാൻ പോണേ. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാൻ പോണ്. ഈ ഓയിലിൽ പുകയൊന്നും കയറരുത് കേട്ടോ, നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. അപ്പോൾ ഈ തീ ഓഫ് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് മൈദപ്പൊടി ചേർക്കാൻ വേണ്ടിയിട്ട് പോണ്. മൈദപ്പൊടി എന്തോരം ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 250 ml മെഷറിംഗ് കപ്പിൽ 1/2 കപ്പ്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ 2 പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, 1/2 കപ്പ് എന്ന് പറഞ്ഞിട്ട് ഫുൾ കപ്പ് എടുത്തല്ലോ എന്ന്. ഇത് 250 ml 1/2 കപ്പ് കേട്ടോ. അപ്പോൾ 1/2 കപ്പും ചേർക്കണം, എക്സ്ട്രാ 3 ടേബിൾ സ്പൂണും ചേർക്കണം. അപ്പോൾ 1/2 കപ്പ് ഫസ്റ്റ് ചേർക്കുക, പിന്നെ എക്സ്ട്രാ 3 ടേബിൾ സ്പൂൺ കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇത് ഓയിലിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക, ചൂടോട് കൂടിയിട്ട് തന്നെ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൈദപ്പൊടി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഇതുകൊണ്ട് നീക്കി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ 6 മുട്ടയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് 5 മുട്ടയുടെ ഉണ്ണി ഇടുക. വെള്ളം നമ്മൾ സെപ്പറേറ്റ് മാറ്റി വയ്ക്കണം. അപ്പോൾ നമ്മളിവിടെ 5 മുട്ടയുടെ ഉണ്ണിയും വെള്ളയും സെപ്പറേറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഈ മുട്ടയുടെ വെള്ളം അങ്ങോട്ട് നീക്കി വയ്ക്കുക. ഈ 5 മുട്ടയുടെ ഉണ്ണി എടുക്കുക. ഈ 5 ഉണ്ണിയും നമ്മുടെ ഈ മൈദയുടെ മിക്സിലേക്ക് ചേർക്കുക. പിന്നെ എക്സ്ട്രാ ഒരു മുട്ടയും കൂടി ഉണ്ടല്ലോ, ആ മുട്ടയും കൂടി ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ ഞാനിതിലേക്ക് 5 മുട്ടയുടെ ഉണ്ണി ചേർത്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ ഒരു മുട്ടയും കൂടി ഉണ്ട്, ആ മുട്ട ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർക്കാം. ചേർക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മൈദ ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആവണം, നല്ല ക്രീം പോലെ വരണം കേട്ടോ. ഞാനിവിടെ ഈ സ്പാച്ചില മാറ്റി വെച്ചിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. എന്നാൽ മാത്രമേ ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആവുള്ളൂ. അപ്പോൾ ഇതാണ്ട് നീക്കി വെക്കട്ടെ കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല ക്രീം പോലെ വരണം. ആ മൈദ ഒട്ടും സെപ്പറേറ്റ് പോലെ കിടക്കരുത് കേട്ടോ. ഇപ്പോൾ ഇത് നല്ല ക്രീം പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസും ചേർക്കണം, 1/4 ടീസ്പൂൺ ഉപ്പും ചേർക്കണം. ഇതിലേക്ക് ഇനി വാനില എസൻസ് ചേർക്കാം. വാനില എസൻസ് ഞാനിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അങ്ങനെ ഇതിലേക്ക് നമ്മൾ മുട്ട കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ 1 ടേബിൾ സ്പൂൺ ചേർത്തു. 1/2 ടേബിൾ സ്പൂൺ കൂടിയും ചേർക്കട്ടെ. ചിലപ്പോൾ നിങ്ങളൊക്കെ എടുക്കണ ഈ വാനില എസൻസ് ചിലപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, അത് ശരിക്കുള്ള എസൻസ് ആയിരിക്കില്ല നമ്മുടെ നാട്ടിലേക്ക് ചിലപ്പോൾ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് ചേർക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും ചേർക്കുക. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതാണ്ട് നീക്കി വയ്ക്കുക. ഈ മുട്ടയുടെ വെള്ളം നമ്മൾ ബീറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും എക്സ്ട്രാ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കുക. നമ്മൾ മൈദപ്പൊടി എടുത്തില്ലേ, ആ സെയിം അളവ് തന്നെ പഞ്ചസാരയായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ എക്സ്ട്രാ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്തേക്കുന്നത്.
ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നാരങ്ങ നീര് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വിനീഗർ ഉണ്ടല്ലോ അത് ചേർക്കുക. ആയിട്ട് ബീറ്റ് ചെയ്തിട്ട് നല്ല ഫ്ലഫി ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ബീറ്റർ വെച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. ചെറിയ സ്പീഡിൽ നിന്ന് തുടങ്ങിയിട്ട് സ്പീഡ് കൂട്ടി കൊണ്ടുപോകാം. കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങനെ നല്ല ഫ്ലഫി ആയിട്ട് വരണം. നമ്മളിങ്ങനെ എടുത്തു കഴിയുമ്പോൾ ഈ ബ്ലേഡുമ്പോൾ ഇങ്ങനെ നിൽക്കണണ്ട, ഇതേപോലെ ഇങ്ങനെ നിൽക്കണം. വെള്ളം പോലെ എടുക്കരുത്. വെള്ളം പോലെ എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് സോഫ്റ്റ് ആയിട്ട് വരില്ല. ഇതൊന്ന് കളയിട്ടോ ഞാൻ. മുട്ടയുടെ വെള്ളം ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ നേരത്തെ കൂട്ടിയിട്ട് നമ്മുടെ മുട്ടയും പാലും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ലേ, ആ മിക്സിങ് നമ്മുടെ ഈ മുട്ടയുടെ വെള്ളയിലേക്ക് ഫുള്ളായിട്ട് ഒറ്റ ട്രിപ്പിൽ ഒഴിക്കേണ്ട. ആദ്യം ഒരു പകുതി ഒഴിക്കുക. പകുതി ഒഴിച്ച് കഴിഞ്ഞിട്ട് വെള്ളയും മയത്തിൽ വേണം കേട്ടോ മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ മുട്ടയുടെ വെള്ളയുടെ സോഫ്റ്റ്നെസ് ഒട്ടും പോകരുത്. ഇതേപോലെ ഇങ്ങനെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. സ്പൂൺ വെച്ചിട്ട് ചെയ്യണ്ട കേട്ടോ. ഇത് എന്താ പറയുക, ഇതിന് ക്രീമിനേക്കാളും ഭയങ്കര സോഫ്റ്റായിട്ടാണ് ഇതിരിക്കുന്നത്. ഇങ്ങനെ ഇളക്കാൻ തന്നെ നല്ല സുഖമാണ്. ഇത് മുട്ടയുടെ ഈ വെള്ളയും പിന്നെ ഈ മിക്സിങ്ങും സെപ്പറേറ്റ് ആയിട്ട് കിടക്കരുത്. ഇത് രണ്ടും കൂടിയിട്ട് ഒരേപോലെ സെയിം കളറായിട്ട് വരണം. അപ്പോൾ നമ്മുടെ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഒരു ഒറ്റ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം കേട്ടോ. ഇനി നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേക്ക് ടിന്നിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ സാധാരണ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യണ പോലെയല്ലോ കേട്ടോ ഈ കേക്ക് ബേക്ക് ചെയ്യണത്. സാധാരണ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യണ പാത്രം മാത്രമാണല്ലോ വെക്കുന്നത്. ഇത് നമ്മൾ ആവിയിലാണ് സ്റ്റീം ചെയ്തിട്ടാണ് ഈ കേക്ക് നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു അലുമിനിയം ഫോയിലിൻ്റെ ഇതേപോലത്തെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ഈ ട്രേ തന്നെ വേണമെന്നില്ല കേട്ടോ. ഇതേപോലത്തെ ഓവൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുന്ന എന്ത് ടൈപ്പ് പാത്രങ്ങളായിരുന്നാലും കുഴപ്പമില്ല. സാധാരണ ചൂടുവെള്ളമല്ല കേട്ടോ ഒഴിക്കുന്നത്. സാധാരണ നമ്മൾ ടാപ്പിൽ വരുന്ന വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഈ വെള്ളം നമുക്ക് കണ്ട് നീക്കി വയ്ക്കാം. ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു ബേക്ക് ചെയ്യുന്ന ട്രേ എടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ എടുത്തേക്കുന്നത് 8 ഇഞ്ചിൻ്റെ ട്രേ ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ കേക്ക് നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ സാധാരണ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ അടിയിൽ മാത്രമല്ലേ ബട്ടർ പേപ്പർ അല്ലെങ്കിൽ പാച്ചമിൻ പേപ്പർ ഇടാറുള്ളൂ. പക്ഷേ ഈ കേക്ക് നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ സൈഡിലും വെക്കണം കേട്ടോ. കാരണം ഈ കേക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ സൈഡിലും കൂടിയിട്ട് ഇതേപോലെ വെക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഓയിലൊന്നും തേച്ച് കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ കേക്കിൻ്റെ മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ആ ഓയിൽ ചൂടാക്കി കഴിഞ്ഞിട്ട് മൈദപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്യില്ലേ. അപ്പോൾ ഓയിൽ നല്ല തിളച്ച ചൂടോട് കൂടിയിട്ട് നമ്മൾ ഇതിലേക്ക് മൈദപ്പൊടി ചേർക്കരുത്. ഒരു ഇളം ചൂടിൽ ചേർത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ മൈദപ്പൊടി അങ്ങോട്ട് ചിലപ്പോൾ പുക കയറിയിട്ട് ഒരു പുകച്ചോകയ്ക്ക് വരും. അപ്പോൾ ഒരു ഇളം ചൂട് ഓയിലായി കഴിഞ്ഞിട്ട് അതിലേക്ക് ചേർത്താൽ മതി. അത്രയ്ക്കാണ്ട് ഓയിൽ ചൂടാക്കിയാൽ മതി. ഭയങ്കരമായിട്ട് അങ്ങോട്ട് ചൂടാക്കാൻ വേണ്ട. കുറേ ചൂടാക്കി കഴിഞ്ഞാൽ ഓയിലിൽ പുകയൊക്കെ കയറുമല്ലോ. പിന്നെ ആ ചൂടോട് കൂടിയിട്ട് അതിലേക്ക് നമ്മൾ മൈദപ്പൊടി കൊണ്ട് ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈദപ്പൊടിയും ആയി അങ്ങോട്ട് കരിഞ്ഞു പോകും. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ ഇങ്ങനത്തെ എയറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യും. ബാറ്റർ ഒരു കറക്റ്റ് ലെവലായിട്ട് വരികയും ചെയ്യുമല്ലോ. അതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഓൾറെഡി ഒരു ട്രേയിൽ വെള്ളം എടുത്ത് വെച്ചിട്ടില്ലേ, ഈ വെള്ളത്തിലേക്കാണ് നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്യണ ട്രേ വെക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം മാറ്റാണ്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ട്രേയിൽ ഒരു പകുതിനേക്കാളും കുറച്ചും കൂടി താഴ്ത്തി വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അത് ഇതിലേക്ക് നമുക്ക് ട്രേ വയ്ക്കുമ്പോൾ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ട്രേ ഇതിനകത്ത് നന്നായിട്ട് മുട്ടി നിൽക്കാൻ വേണം. വെള്ളം ഈ ട്രേയുടെ ഒരു പകുതിയായിട്ട് നിൽക്കാൻ വേണം. അപ്പോൾ ഈ കേക്ക് നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവനിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഈ കേക്ക് ഞാനിവിടെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് 360 ഫാരനൈറ്റിലാണ് വെക്കുന്നത്. സെൻറ്റിഗ്രേഡിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 170 സെൻറ്റിഗ്രേഡിൽ വയ്ക്കാം. കറക്റ്റ് എത്ര സമയമാണ് വെച്ചതെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ടെമ്പറേച്ചർ 360 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ ട്രേയും കേക്കും കൂട്ടിയിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 മണിക്കൂറും 40 മിനിറ്റോട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്.
ഈ കേക്ക് ഞാനിവിടെ ഓവൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം കേട്ടോ. കേക്ക് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഈ കേക്ക് നമ്മൾ പുറത്തേക്ക് എടുത്ത വഴിക്ക് തന്നെ 1-2 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് തുടങ്ങണം കേട്ടോ, അല്ലെങ്കിൽ കേക്ക് താഴത്തേക്ക് ഇരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്ന് ടാപ്പ് ചെയ്യാം. അപ്പോൾ കേക്ക് ഓവൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഈ വെള്ളത്തിൽ നിന്ന് കേക്കിനെ എടുത്തിട്ട് പുറത്തേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ കേക്ക് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ നമ്മുടെ കേക്ക് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഈ കേക്ക് ഇതിനുള്ളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് എടുക്കാം. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാട്ടോ കേക്ക് ഇരിക്കണത്. ഈ ബട്ടർ പേപ്പർ മാറ്റിട്ട് കേട്ടോ. കേക്കിൻ്റെ കളർ തന്നെ തന്നെയുണ്ട്. കേക്കിൻ്റെ കളർ തന്നെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. ഉള്ള ഈ അടിയിലെ പേപ്പർ മാറ്റട്ടെ. എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ കേക്കിനെ നേരെ വയ്ക്കില്ല കേട്ടോ. സ്പോഞ്ച് പോലെ ഇരിക്കുന്ന കേക്കാട്ടോ. ഇപ്പം നമ്മുടെ കേക്ക് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം കേട്ടോ. കേക്ക് നന്നായിട്ട് ചൂടാറിയിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന കേക്ക്. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഞാൻ ആ പറഞ്ഞ പോലെ ആ കറക്റ്റ് ടെമ്പറേച്ചറിൽ അത്രയ്ക്ക് ടൈം തന്നെ വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ കേക്ക് ശരിക്കും വെന്തില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ കേക്ക് താഴത്തേക്ക് ഇരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. അപ്പോൾ ഈ നാളെ നമുക്ക് വേറെ പുതിയ റെസിപ്പി ആയിട്ട് വരാം.